അതുകൊണ്ടാണ് ഇന്ന് മലയാള സിനിമ ഈ അവസ്ഥയിലെത്തിയത്. അങ്ങനെ പറ്റിച്ചത് കൊണ്ടാണ് ഇപ്പം ഇവിടെയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ആൾക്കാരെ ഇപ്പം ഒരു OTT-കാർക്കും വിശ്വാസം ഇല്ലാതായിരിക്കും. ഈ രതീഷ് പൊതുവാളിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട്, അദ്ദേഹം ഈ സെറ്റിൽ വന്നിട്ട് അദ്ദേഹം ചീത്ത വിളിക്കും. അദ്ദേഹത്തിന്റെ ഒരു പതനത്തിന്റെ തുടക്കമെന്നാണ് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നത്. എന്റെ സെറ്റിൽ വന്ന് അങ്ങനെ ചീത്ത വിളിച്ചാൽ ഞാൻ പറയുന്നത് തൽക്കാലം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പൊക്കോളെ വീട്ടിൽ പോയിരുന്നതാണ്. ബൾട്ടി എന്നുള്ള സിനിമ വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണ്, പക്ഷെ ഫിനാൻഷ്യലി വിജയമല്ല. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ചോട്ടെ, നെറ്റ്ഫ്ലിക്സ് എത്ര തന്നു? അത് സന്തുഷ്ടി ഗുരുവിലേക്ക് ആഫ്രിക്കയിൽ സ്വർണ്ണഖനിയുണ്ടോ? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഈ രതീഷ് പൊതുവാളിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട്, അദ്ദേഹം ഈ കൊടുത്തൊരു അഭിമുഖത്തിൽ, ഈ അടുത്തല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഈ സെറ്റിൽ വന്നിട്ട് അദ്ദേഹം ചീത്ത വിളിക്കും. അദ്ദേഹത്തിന്റെ ചീത്തവിളി അദ്ദേഹം ഒരു കമാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എന്നാലേ ആളുകളുടെ മനസ്സിലേക്ക് അത് സെറ്റ് ആവുകയുള്ളൂ. ആ ചീത്തവിളിയുടെ ഒരു കാഠിന്യം കയറുന്നതനുസരിച്ചാണ് ആളുകൾ പ്രൊഡക്റ്റീവ് ആവുന്നത്. അതിന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. സെറ്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, ആളുകൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സമാധാനം ഉണ്ടായിരിക്കണം, ഒരു കമാൻഡർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഫ്രണ്ട്ലിയായിട്ടുള്ള ബിഹേവിയർ കൂടി വേണം എന്നുള്ള രീതിയിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഒരേ വർക്കിംഗ് സ്റ്റൈലാണ്, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഒരാളെ നിരന്തരം ചീത്ത പറയാൻ മൈക്കിൽ കൂടെ അങ്ങനെ ഒരാളാവുകയാണോ ഡയറക്ടർ വേണ്ടത്? അദ്ദേഹത്തിന്റെ ഒരു പതനത്തിന്റെ തുടക്കമെന്നാണ് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നത്. കാര്യം അത് പുള്ളി ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ചീത്തവിളി എന്ന് പറയുന്നത് ഒരിടത്തും ശരിയായിട്ടുള്ള കാര്യമല്ല. ചീത്തവിളി എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യില്ല അങ്ങനെ പറയുന്നതല്ല ചീത്തവിളി എന്ന് പറയുന്നത്. അത് പറയുന്നത് ചീത്ത വിളിച്ചാലേ അല്ല 300 പേര് കേൾക്കത്തുള്ളൂ. അതൊക്കെ എന്താ ഇവിടുന്ന് പഠിച്ചതാണ് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് കേട്ടു, വളരെ ചിരിച്ചു, ഉള്ളിൽ ചിരിച്ചു. എന്താണ് പക്ഷെ എൻ്റെ സെറ്റിൽ വന്ന് അങ്ങനെ പുള്ളി ചീത്ത വിളിച്ചാൽ ഞാൻ പറയുന്നത് തൽക്കാലം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പൊക്കോളെ വീട്ടിൽ പോയിരുന്നോളാൻ പറയും. അതൊരു ശരിയല്ല, അത് ഒരു ഫീൽഡിലും ശരിയല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അപ്പൻ എന്നെ എന്നും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൻ എന്നും എൻ്റെ ശത്രുവായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ പിള്ളേരെ എന്നും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അവരെൻ്റെ ശത്രുവായിരിക്കും. അന്നേരം അത് പുള്ളിയുടെ അറിവുകേട് എന്ന് പറഞ്ഞായിരിക്കും. ഗാങ്സ്റ്ററിന് ശേഷം ഗാങ്സ്റ്റർ ഒരു അർഹിച്ച വിജയം നേടിയില്ല, അല്ലെങ്കിൽ അർഹിച്ച വിജയം അതിന് സാധ്യമായില്ല, എന്നാൽ ആളുകളുടെ അപ്രീസിയേഷൻ കിട്ടി. ഈ കാര്യത്തെ പറ്റി ശ്രീ മമ്മൂക്കയോട് സംസാരിച്ചിട്ടുണ്ടോ? ഗാങ്സ്റ്ററിന് അറിയിച്ച അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അംഗീകാരം ആ സമയത്ത് കിട്ടാനുള്ള സിനിമ ഇല്ല. അത് പിന്നെ എങ്ങനെയാ മമ്മൂക്കയോട് പോയി സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലുക്കുകളെ പറ്റിയൊക്കെ വലിയ ആവശ്യത്തോടുകൂടിയാണ് സംസാരിച്ചത്. ഗാങ്സ്റ്റർ ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് ഗാങ്സ്റ്റർ. ആ സമയം വരെ മലയാളത്തിൽ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്ത സിനിമയാണ്. 86 ലക്ഷം രൂപ ഷെയർ ഉണ്ടെന്ന്. 86 lakhs എന്ന് പറയുന്നത് വലിയ എമൗണ്ടാണ്. 89 ലക്ഷം രൂപ ഷെയർ ഉണ്ട്. 2013 നമുക്ക് ഷെയർ ഉണ്ട്. വലിയ എമൗണ്ടാണ്. നേരം പക്ഷെ ആ സിനിമയ്ക്ക് അങ്ങനെ ആ സിനിമ ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കും. ആ ലാസ്റ്റിലെ മാറ്റി ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ അത് അന്ന് ആ പ്രത്യേക അവസ്ഥ കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഈ ബൾട്ടി ഒരു വലിയ വിജയമായിരുന്നു. 21 കോടി കോസ്റ്റ് ആ സിനിമ കളക്ട് ചെയ്തു. അതിന് അർഹിച്ചൊരു വിജയം കിട്ടിയിട്ടില്ല. ബൾട്ടി എന്നുള്ള സിനിമ വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണ്, പക്ഷെ ഫിനാൻഷ്യലി വിജയമല്ല. വിജയമല്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എടുത്ത ഡയറക്ടറുടെ കുഴപ്പമോ അതിന്റെ അഭിനയിച്ചവരുടെ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ൻ ആയാലും എന്താ പറയുന്നത് ആരായാലും ആ പിള്ളേരെല്ലാം മറ്റേ ശിവയായാലും ഡിക്സറായാലും എല്ലാം നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങി ആദ്യത്തെ ഒരാഴ്ച അതിഗംഭീര കളക്ഷനാണ്. എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആന്റണി പെരുമ്പാവൂർ. എന്നെ എപ്പോഴും വിളിക്കും. എനിക്കൊരു ഒരു 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 താഴ്ച ഉണ്ടാകല്ല, എനിക്കൊരു പതനം ഉണ്ടാകല്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. കാര്യം ഞാനും പുള്ളിയുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയും ഭയങ്കര ക്ലോസ്. ഞങ്ങൾ ഒത്തിരി യാത്രകൾ ഒരുമിച്ച് പോകുന്നതാണ്. അന്നേരം അതുകൊണ്ട് പുള്ളി എന്നെ എന്നും വിളിച്ച് പറയും, ചേട്ടാ ഈ ബൾട്ടി എന്ത് നല്ല ഗംഭീര സിനിമയാണ്, തിയേറ്ററിൽ നിന്നുള്ളവരെല്ലാം പറയുന്നത്. പക്ഷെ അതിന് അർഹിച്ച വിജയം കിട്ടിയിട്ടില്ല. കാരണം രണ്ടാമത്തെ ആഴ്ച കാന്താര കയറി വന്നു. കാന്താര ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര ഹിറ്റായി മാറി.
ഇപ്പം ഒരു തിയേറ്ററിലേക്ക് ചെല്ലുമ്പം 4 തിയേറ്റർ ഉണ്ടെങ്കിൽ 3 കാന്താരയാണ്, അതിന്റെ പോസ്റ്ററും അതുമായി അതെല്ലാം അങ്ങ് നിറഞ്ഞു തുളുമ്പി. മനുഷ്യന്റെ ശ്രദ്ധ അതിലേക്ക് അങ്ങ് പോയി. നമ്മുടെ കളക്ഷൻ നേരെ ഒരു 40-45% താന്നുപോയി. ആ കാന്താര 2 ആഴ്ച സാറിന് ഒരു പുറത്തുനിന്ന് ഒരു പടം 3 ആഴ്ചയൊന്നും ഓടാറില്ല. കാന്താര ഏകദേശം 2-3 ദീപാവലി വരെ ഒരുമാതിരി കുഴപ്പമില്ല പോയി. ദീപാവലിക്ക് ഒത്തിരി സിനിമകൾ കയറി വന്നു. അന്നേരം അങ്ങനെയുള്ള അടികളെല്ലാം ഉണ്ടായി ഇതിനകത്ത്. പിന്നെ ആ പടം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട, ഇപ്പം നമ്മുടെ പപ്പായൊക്കെ പറയണ നിന്നെ കൊണ്ടാകുന്ന കാര്യം നീ ചെയ്യണമെന്ന് പറയുന്ന പോലെ നമുക്ക് ആ പടത്തിലുള്ള എല്ലാ കാര്യവും വെച്ച് ആ പടത്തിന് ഇടാവുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിനേക്കാളും 30% കൂടുതലാണ്, 40% കൂടുതലാണ് ബഡ്ജറ്റ് വന്ന. ഞാൻ പറഞ്ഞു പുതിയൊരു ഡയറക്ടർ, അങ്ങനെ പല രീതി കൊണ്ട് ആ പടത്തിന് വരാവുന്ന ബഡ്ജറ്റ് ഒരു 14-15 കോടി രൂപ സേഫ് ആയിരുന്നു. അത് 21-22 കോടി രൂപ ആയപ്പോഴത്തേക്കിന് ഒരു 30-35-40% അതും കവർ ചെയ്തേനെ ഈ കാന്താര ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ വരുന്നത്. പിന്നെ ഇതൊന്നും നമ്മുടെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഏകദേശം 300-നടുത്ത് പുതുമുഖങ്ങൾ. ആ പുതുമുഖങ്ങളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടിക്ക് അടുത്ത്. ഇപ്പോഴും റിസ്ക് ഉണ്ടോ? ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ? സിനിമ ഇറങ്ങുമ്പം ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ടെൻഷൻ ഇച്ചിരിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ വലിയ ടെൻഷനൊന്നും എടുക്കാത്ത മനുഷ്യനാണ്. പക്ഷെ എന്ത് വന്നാലും വരുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഒരു ചിന്തയുണ്ട്, ഇതെങ്ങനെയാ ജനം ഏറ്റെടുക്കുന്നത്. ഈ ജനം ഏറ്റെടുക്കുന്ന പൈസ മാത്രമല്ല, ഈ സിനിമ ജനം ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്കൊരു നാണംകേടും കൂടെയാണ്. നമ്മൾ ചെയ്ത ഒരു കഷ്ടപ്പെട്ട് എടുത്ത ഒരു പ്രോഡക്റ്റ് ഇപ്പം പൈസ 4-5-6 കോടി രൂപ പോയാലും ബിസിനസ് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ള വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾ സിനിമ എടുക്കുന്നത്. അന്നേരം അവിടെ നമ്മൾ ഒരിക്കലും തളർന്നു പോകാറില്ല. പക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന ഒരു സാധനം ജനം ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു 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 എന്താ പറയുന്നത്, നാണംകേട് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പൈസയേക്കാളും കൂടുതൽ ഒരു നാണംകേട്. ഞാൻ കേട്ടിട്ടുണ്ട് മക്കളുടെ അടുത്തൊക്കെ പറയും at the end we will all die and the names will remain. only the name will remain. കറക്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാര്യം അത് ഞാൻ പണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പണ്ട് ലോങ് ബാക്ക് പോയപ്പോൾ എനിക്ക് ഡോക്ടർ റോബർട്ട് ഷൂളറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിനാണ് US പോയപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, ആഫ്റ്റർ യു ഡൈ only your name will remain. Your name will remain. അത് കറക്റ്റാ അല്ലേ? ശരിയല്ലേ? നമ്മളെല്ലാം മണ്ണിനോട് ചേർന്ന് പോകും, പക്ഷെ പേര് പറയൂല. നമ്മൾ ഇപ്പം മഹാത്മാഗാന്ധി എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഒത്തിരി പോകും. മദർ തെരേസ ആയാലും അവരെ പോലെ ഒന്നും അല്ല, അവരെല്ലാം അതല്ല ഉദ്ദേശിച്ചത്, അവരെ ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന, ഇപ്പം നമ്മുടെ അയൽവക്കത്ത് തന്നെ നമ്മളെ അവർ ജീവിച്ചിരിക്കുമ്പം നമുക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ നമ്മൾ അയാളെ ചിന്തിക്കും, എടാ ഇയാൾ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പിള്ളേരുടെ ഈ വീട്ടിലെ ഇപ്പം എൻ്റെ വൈഫ് വേറെ ദേശത്ത് നിന്ന് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അത് ഞാൻ ചിലപ്പം അതിലെ പോകുമ്പോൾ പറയുന്നത് ഈ വീട്ടിലെ ആൾ മരിച്ചു പോയതാണ്, പക്ഷെ അയാൾ ഇത്ര വലിയ നല്ല മനുഷ്യനായിരുന്നു. തിരിച്ചും പറയും, മോശമാണെങ്കിൽ ഇന്നയാള് വളരെ ഫ്രോഡാണ് എന്ന് നമ്മൾ പറയും. എന്ന് അതുകൊണ്ട് ഓൾവേസ് തന്നെ വൺ തിങ് ഓൺലി വിൽ റിമെയിൻ ഇസ് അവർ നെയിം. ഇപ്പൊ പെണ്ണും പെറോട്ടും IFFK ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്കമാലി ഡയറീസും പഞ്ചവടിപ്പാലത്തിനും ഉണ്ടായ ഒരു പ്രത്യേകതരം ബ്രീഡാണ് ഈ സിനിമ. ഒരേ സമയം ആക്ഷേപഹാസ്യം, സാമൂഹിക പ്രതിബദ്ധത, അതിനകത്ത് സ്ത്രീകളെ പറ്റിയിട്ട് പറയുന്നൊരു പേഴ്സ്പെക്റ്റീവ്, എന്നാൽ എല്ലാത്തിനും ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒപ്പേറൊക്കെ കണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഒരു വിഷ്വൽ ഗ്രാമർ വൈസ് തന്നെ ഇത് പുതിയ അറ്റംപ്റ്റ് ആണ്, എക്സ്പെരിമെൻ്റ് ആണ്. ഇത് വന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഡേറ്റുകൾ ഒരുപാടാവുന്നു ഈ സിനിമയുടെ. നമ്മൾ കാണുന്നുണ്ട് ഇത് ഏകദേശം 6 മാസത്തോളം ഇതിൻ്റെ പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാജേഷ് മാധവ് ഇതിനിടയിൽ പോയി അഭിനയിച്ച് വരെ തിരിച്ചു വരുന്നുണ്ട്. ഇതിന് ശേഷം തുടങ്ങിയ ബൾട്ടി റിലീസ് ആവുന്നുണ്ട്. ഈ ഓരോ ഘട്ടങ്ങളിലും വിശ്വാസം ഉണ്ടായിരുന്നോ ഈ പ്രൊജക്റ്റിൽ? എല്ലാ ആക്ടേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് പാലക്കാട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഗർഭിണിയായി കൊച്ചുണ്ടായ കൊച്ചിന് 2 വയസ്സായ പിള്ളേരവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഇതൊക്കെ ഇന്നലെ അവിടെ രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ സിനിമയുടെ വർക്ക് തുടങ്ങിയിട്ട് ഒരു കൊല്ലം എടുത്ത് കാരണം നമ്മൾ ആ നാട്ടിൽ പോയി മറ്റേ പൊറോട്ട് ഇപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിഷൻ എങ്ങനെയായിരുന്നൊക്കെ മനസ്സിലായി. ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ പോയി ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തി ആൾക്കാർ വന്ന് നോട്ടീസ് വിതരണം ചെയ്തു. അതിൽ 400 പേര് വന്നു, അതിൽ നിന്ന് 300 പേരായി, 300 പേരിൽ നിന്ന് 100 പേരാക്കി മെയിനായിട്ട് അഭിനയിക്കുന്ന. അങ്ങനെ ഇവർ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പടമാണ്. ഒരു 3.5 കോടി രൂപ ബഡ്ജറ്റാണ് എന്നോട് ഇവർ ആദ്യം പറഞ്ഞത്. അതൊരു എനിക്ക് തോന്നുന്നു 7.5 കോടി രൂപയോളം ബഡ്ജറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കോപ്പിക്ക് എത്ര? ഫസ്റ്റ് കോപ്പി
കാര്യം അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷെ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്ക് വളരെ കുറവായിരുന്നു സിനിമ തീരുന്നോളം വരെ. കാരണം ഇതിനകത്ത് നോൺ ഫേസ് ഇല്ല. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സിനിമ കൊടുക്കാൻ നോക്കും എന്നുള്ളൊരു വളരെ ഉത്തമ വിശ്വാസം ഉണ്ടാകും ഈ സിനിമ. കാരണം ഇവരൊക്കെ രാജേഷ് മാധവനായാലും നമ്മുടെ സബിനായാലും ഇവരെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട, അരുൺ സി തമ്പി, ഇവരെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഓരോ പ്രാവശ്യം സിനിമ കാണും തോറും സിനിമയിൽ നമുക്ക് കോൺഫിഡൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആദ്യം ഞാൻ തിരുവനന്തപുരത്ത് സിനിമ കണ്ടു, IFFK അല്ലായിരുന്നു മുമ്പ്, ഗോവയ്ക്ക് മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സിനിമ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി. അന്ന് പിന്നെ ഞാനിത് വീണ്ടും കറക്ഷൻ വരുത്തി, ഗോവയിൽ കാണിച്ചു, ഗോവയിൽ നിന്ന് വീണ്ടും കറക്ഷൻ വരുത്തി. ഇനിയിപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന സിനിമ ഈ തിരുവനന്തപുരത്ത് കണ്ടതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. വീണ്ടും നമ്മൾ ചെറിയ എഡിറ്റിങ്, മ്യൂസിക്കൽ റീവർക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പൊ അതൊരു പക്കാ കൊമേഴ്ഷ്യൽ പടമായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ സിനിമ കണ്ട ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും സോണി ആയാലും എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ആ സിനിമ പക്കാ കൊമേഴ്ഷ്യൽ ആയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ചോട്ടെ, നെറ്റ്ഫ്ലിക്സ് എത്ര തന്നു? അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ, കാരണം എന്താണെന്നറിയോ, ഇത് ആൾക്കാർ അതും കമ്പാരിസൺ വെച്ചുകൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ ബിസിനസ്സിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ചില ഡിസിപ്ലിൻ സീക്രസി വെക്കണം. കാരണം നാളെ അതിന്റെ ആൾക്കാരോട് പറയുന്നത് അന്ന് ആരും അഭിനയിക്കാത്ത പൊണ്ണും പൊറോട്ടനും നിങ്ങൾ ഇത്ര രൂപ കൂടി കൊടുത്തില്ലേ, ഞങ്ങൾക്ക് എന്താ തന്ന. പക്ഷെ വളരെ മാന്യമായിട്ടുള്ള, ഞാൻ ചോദിച്ച ഫിഗറിന്റെ തൊട്ടടുത്ത് ഒരു 10% അല്ല 5% വ്യത്യാസത്തിൽ അവർ തന്നു. ഒന്ന് ബലം പിടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് അതും കിട്ടിയാനെ. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബലം പിടിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം പല സിനിമകളും ആരും സിനിമ ഇറങ്ങി കഴിഞ്ഞ് പോലും എടുക്കാറില്ല. എടുത്തു എന്ന് പറയുന്ന പടങ്ങൾ പോലും എടുക്കാറില്ല. എന്നുവെച്ചാൽ എടുത്തോളം എന്ന് വാക്ക് പറയുന്ന പടങ്ങൾ പോലും എടുക്കാറില്ല. എന്നാലും ഞാൻ അവിടെ തന്നാൽ പിന്നെ ഒരു നമ്മൾ ചിന്തിച്ചതിന് പൈസ തന്നെ കിട്ടി. അവിടെ ഒരു ബാർഗെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ടാണ് നെറ്റ്ഫ്ലിക്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പിന്നെ അത് വളരെ മാന്യമായിട്ടുള്ള ഫിഗറാണ് കിട്ടിയത്. ഓൾറെഡി ഈ പ്രൊജക്ട് ഇപ്പൊ ഏതവസ്ഥയല്ല, ലാഭകരമാണോ ഇപ്പൊ? അതെങ്ങനെയാ നമ്മള് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടല്ലോ റിലീസിന് മുമ്പേ ലാഭകര അത് എന്നൊക്കെ പറയുന്ന ഭയങ്കര തട്ടിപ്പ്. പോക്കറ്റ് അടിക്കാരനും കൊള്ളക്കാർക്കും കാശ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവന് വലിയ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നേരെ ഒരു ബിസിനസ് ചെയ്യുന്നവന് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി വേണം അവൻ പൊങ്ങി വരേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വരുന്ന ആളല്ല ഒരു വലിയ നല്ല ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് ഈ OTT-ക്കാര്, അതുകൊണ്ടാണ് ഇന്ന് മലയാള സിനിമ ഈ അവസ്ഥയിലെത്തിയത്. ഈ OTT-ക്കാരെ പറ്റിക്കാൻ വേണ്ടി സിനിമ എടുക്കും, കണക്ക് ഭയങ്കരമായിട്ട് കൂട്ടി കാണിക്കും. ഒരു ക്വാളിറ്റിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പെണ്ണും പൊറോട്ടും വേണമെങ്കിൽ 3.5 കോടി രൂപയ്ക്ക് തീർക്കാൻ നോക്കുന്ന പടം 3.5 കോടിക്ക് തീർത്തിട്ട് ഞാൻ 8 കോടി 7 കോടി എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് നിങ്ങൾക്ക് തർക്കിക്കാൻ നോക്കൂ. നിങ്ങൾ എന്റെ കണക്ക് കാണുന്നില്ലല്ലോ. ബൾട്ടി എന്ന സിനിമ 21 കോടി രൂപ നമുക്ക് സിനിമയ്ക്ക് ചിലവായി. കാരണം അതിനകത്ത് മ്യൂസിക് ഡയറക്ടർക്ക് നമ്മൾ 2.25 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തു. ഓരോ ഫൈറ്റ്, ഓരോ കാര്യങ്ങളും, ഓരോ പെർഫെക്ഷന്. ആ സിനിമ 14 കോടിക്ക് തീർക്കാമെന്ന് വേണമെങ്കിൽ. അന്നേരം പക്ഷെ പെർഫെക്ഷൻ പോകും. അങ്ങനെ പറ്റിച്ചത് കൊണ്ടാണ് ഇപ്പം ഇവിടെയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ആൾക്കാരെ ഇപ്പം ഒരു OTT-ക്കാർക്കും വിശ്വാസം ഇല്ലാതായി. പെണ്ണും പൊറോട്ടില് വലിയ എക്സ്റ്റൻസീവായ സെറ്റുകള്, വലിയ 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ വരുന്ന ചേസ് സീക്വൻസുകള്, ചെറിയ കൈൻഡ് ഓഫ് യുദ്ധം പോലത്തെ സീക്വൻസുകൾ, ഒരേ ഫ്രെയിമിൽ ഏകദേശം ഒരു 50 പേര് ഇപ്പുറത്ത് 50 പേര് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക സീൻ. അതെനിക്ക് പറയാൻ പറ്റില്ല, ഇതിന്റെ സ്പോയിലർ ആണത്. അപ്പം ഇതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴതിനും ഓരോ ദിവസവും ചെലവ് ഭയങ്കര കൂടുതലാണല്ലോ. ടെൻഷൻ ആവുമായിരുന്നോ ലാസ്റ്റ് ഷീറ്റ് കൊണ്ടു തരുമ്പോ? ഇല്ല, ഞാൻ അങ്ങനെ ഇതൊന്നും അങ്ങനെ കിഴിഞ്ഞ അങ്ങനെ ഒരു കാലത്തും നോക്കിയിട്ടില്ല. കാരണം ഒന്നും സമയമില്ല. പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ എടുക്കും. ഞാൻ ടെൻഷൻ എടുത്താൽ അവർ നാളെ അതിനേക്കാളും കൂടി ചിലവുണ്ട്. അന്നേരം പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമയിൽ ഞാൻ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം പോയപ്പം അത് ആവശ്യമുള്ള സാധനമാണ്. അത്രയും പേരെ ഒരു സ്ക്രീനിൽ, അത് പുതിയ ആക്ടേഴ്സിനെ സ്ക്രീനെ കൊണ്ടുവരാന്ന് വെച്ചാൽ എളുപ്പമല്ല. 3, 4, 5 പേരല്ല, ഇത് 40, 50 പേര് ഒരു സ്ക്രീനിൽ. അവരുടെ എല്ലാ എക്സ്പ്രഷൻസും അതിനകത്തുണ്ട്. എവിടെയെങ്കിലും ഒന്ന് മാറി ഒന്ന് നിങ്ങൾ പതുക്കെ സ്ലോ മോഷനിലിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓരോരുത്തരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഡയറക്ടർ എങ്ങനെ ആഗ്രഹിച്ചു ആ രീതിയിൽ കൊണ്ടുവന്നത്. 50 ടേക്ക് 60 ടേക്കൊക്കെ എടുത്തിട്ടുണ്ട് ഓരോ ഇത്. ഞാൻ അവർ വളരെ വളരെ എഫോർട്ട് എടുത്ത് ഇട്ട സിനിമയാണ്. എത്ര ദിവസം ഷൂട്ട് ചെയ്തു? ദിവസം എണ്ണം പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളൊരു 55 കഴിഞ്ഞ് ഞാൻ എണ്ണം നിർത്തി. എനിക്കൊന്ന് 85-90 ആകാനാണ് സാധ്യത. 90 days.
പക്ഷെ അതിന് മുമ്പ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1 കൊല്ലം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ നമ്മൾ എടുത്ത് അവിടെ ഇവരെല്ലാം അഭിനയം പഠിപ്പിച്ച് ഇവരെല്ലാം രാവിലെ ജോലിക്ക് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് രാത്രി വൈകിട്ട് വന്ന് അഭിനയിച്ച് പഠിച്ച് ചിലർ രാത്രി പിന്നെ പൊറോട്ട് നാടകത്തിന് പോകും, പിന്നെ രാവിലെ ജോലിക്ക് പോകും. ഉറക്കം പോലും ഇല്ലാത്ത മനുഷ്യരാണ്. പക്ഷെ അവിടുന്ന് അവർക്ക് പലർക്കും ഇപ്പം തന്നെ ഇന്നലെ അതിനകത്ത് അഭിനയിച്ച 1-2 പേര് ഒരു 2ാമത്തെ സിനിമയിൽ ഇപ്പം ഉപ്പിട്ടെന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് എങ്ങനെ വന്നാലും ഒരു 6, 7, 8 ആക്ടേഴ്സ് തീർച്ചയായിട്ടും. ഇതിനകത്തെ ഈ കാസ്റ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസ് ഇരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പടത്തിന്റെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റില് ഒരു തടിച്ചൊരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അതേ ശരീരപ്രകൃതി തന്നെയാണ് ആ കുട്ടി വലുതായി ഒരു 40 വയസ്സാവുമ്പോൾ ഒരാൾക്കും. അതായത് ആ കുട്ടിയുടെ അപ്പർ ബോഡി വലുതും ലോവർ ബോഡി ചെറുതുമാണ്. ഇതേ സെയിം ബോഡി പ്രൊപ്പോർഷൻ തന്നെയാണ് ഈ വളർന്നു വരുന്ന ആൾക്കും. സാധാരണ സിനിമകളിൽ അങ്ങനെയല്ലല്ലോ, തടിച്ച ഒരാളുടെ കുട്ടിക്കാരൻ കാണിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കില്ല ആ പ്രൊപ്പോർഷൻ പോകുന്നത്. അത് കറക്റ്റാ. അതുപോലെ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരാളെ ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾ ഒരു ലീഡർ ആണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് 1-2 സീനുകൾ വേണ്ടി വരും. പക്ഷെ സുഭാഷ് ചന്ദ്രനെ ആദ്യം കാണിക്കുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം സുഭാഷ് ചന്ദ്രനെ നമുക്ക് എഴുത്തിലൂടെ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പുറത്തിലൂടെ കണ്ടുപരിചയമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ലീഡറായി വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റും. എന്താണ് രാജേഷ് മാധവന്റെ കാസ്റ്റിംഗ് പ്രോസസ്? അത് അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ലേ? രാജേഷ് മാധവന്റെ തൊഴില് തന്നെ അതെ കാസ്റ്റിംഗ് ആണല്ലോ. ബീഡി ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പൊറോട്ടോ മുമ്പോട്ടോ എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞ പോലെ രാജേഷ് മാധവന്റെ ബ്ലഡിൽ അലിഞ്ഞു കിടക്കുന്ന സാധനമാണ് കാസ്റ്റിംഗ് എന്നുള്ളത്. അത് പുള്ളിയുടെ സിനിമയും കൂടെ ആകുമ്പോൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പുള്ളി ചെയ്തിട്ടില്ല. ചെയ്യാൻ നമ്മളാരും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞു ഫുള്ളി നമ്മളത് പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കുമായിരുന്നു. സിനിമ തീരുന്നോളം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് ടെക്നീഷ്യൻസിനെ വെക്കാനോ എല്ലാം നമ്മൾ ഒരു കാര്യത്തിലും ഒരു പ്രഷറും ഞാൻ ഇട്ടിട്ടില്ല. കാര്യം പുള്ളിക്ക് കംപ്ലീറ്റ്ലി വിട്ടു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മാത്രം എന്റെ ഭാഗത്ത് നിന്ന് പോയി. ബാക്കി എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ, ബാക്കി കംപ്ലീറ്റ്ലി പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കുവായിരുന്നു. ഈ സെറ്റിൽ സ്പൈ ഉണ്ടായിരുന്നോ? ഈ സെറ്റ് സ്പൈ ഇല്ലായിരുന്നു. സ്പൈ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 1 കോടി രൂപയുടെ താഴെ കുറച്ച് വലിയ അടുത്ത സുഹൃത്തും ഒരു സഹോദരനെ പോലെയൊക്കെ കാണുന്ന ഒരാളാണല്ലോ ടൊവിനോ. ആ ബന്ധം വെച്ചാണോ ടൊവിനോ ഡബ് ചെയ്യാൻ വന്നത്? ഞാൻ ടൊവിനോട് രാജേഷ് പറഞ്ഞിട്ട് ഞാൻ ടൊവിയെ വിളിച്ചു പറഞ്ഞു, മോനെ രാജേഷ് ഒരു കാര്യം ഒന്ന് പറയും, ഒന്ന് കേൾക്കണം, അത് പറ്റുമെങ്കിൽ ചെയ്തു തരാൻ. സുട്ടുവിന് വേണ്ടിയിട്ട് സുട്ടുവിന് വേണ്ടി രാജേഷ് എന്ന് പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന അന്ന് മരണവാസ് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുക ആണെന്ന് തോന്നുന്നു. ചെന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ടൊവിനോ ആണ് പറയുന്നത് അല്ലേ ഇത് മേളകൾക്കും കൂടി അയക്കണം അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്? ഈ സിനിമ കണ്ട് ആദ്യം ഈ സിനിമയെ പറ്റി ഏറ്റവും വാചാലായിട്ട് സംസാരിച്ചത് ടൊവിനോയാണ്. പുള്ളിയുടെ ഇതിന് പോയപ്പോൾ ഡബിന് പോയപ്പോൾ പുള്ളി ഇത് കണ്ടിട്ട് ഏറ്റവും വാചാലിനായിട്ട് സംസാരിച്ച പുള്ളിയാണ്. എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് ഗംഭീര സിനിമയാണ്, ഇത് കൊമേഴ്ഷ്യൽ ഹിറ്റാവും, ഇത് ഇതിന് വിടണം, ഫെസ്റ്റിവൽസിന് വിടണം. പക്ഷെ ഗോവ ഫെസ്റ്റിവലിൽ കണ്ട പലരും പറഞ്ഞു ഫെസ്റ്റിവലിന് വിടാനുള്ള മൂവിയല്ല ഇത്, നിങ്ങൾ കൊമേഴ്ഷ്യലി തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവിടെ തൊട്ടാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വലുതായിട്ട് കയറുന്നത്. നമ്മുടെ ശങ്കർ രാമകൃഷ്ണന്, രഞ്ജി പണിക്കർ സാറ്, തരുൺ മൂർത്തി ഇവരെല്ലാം അന്ന് നമ്മളോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ സിനിമ തീർച്ചയായിട്ടും കൊമേഴ്ഷ്യലി തന്നെ കൊണ്ടുവരണം, അതിനുള്ള ഉണ്ട്, ചെറിയ 1-2 കറക്ഷൻസ് വരുത്തിയാൽ കൊള്ളാന്ന് 1-2 പേര് പറഞ്ഞു. നമ്മളത് ഞാനപ്പം തന്നെ രാജേഷിനോട് ചോദിച്ചു, രാജേഷ് നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കണം. നമ്മൾ ഇപ്പൊ എന്റെ കമ്പനി ജോലി ചെയ്യുന്ന ഏറ്റവും താഴത്തെ ഒരാൾ ചിലപ്പോൾ എന്നെ വിളിച്ചു പറയും, സാറേ അങ്ങനെ ഞാനത് ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. കാരണം ഞാൻ രാജേഷിനോട് ഇത് തന്നെ എക്സാമ്പിൾ പറഞ്ഞു, രാജേഷ് നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ നോക്കണം അത് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് 3-4 പ്രാവശ്യം നമ്മൾ ഇട്ട് കണ്ടു നോക്കണം. അങ്ങനെ രാജേഷ് വീണ്ടും കറക്ഷൻസ് ഒക്കെ അവിടെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സാധാരണ ഒരുപാട് സിനിമകളിലെ ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ പല സിനിമകളുടെ പ്രൊമോഷന് പോകുമ്പോൾ ആ ഡയറക്ടർ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാർക്ക് ഒരു ഫാന്റസിയാണ്, ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണം വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ആക്ടേഴ്സ് അഭിനയിച്ചു, അതിൽ ഉന്മാദം കണ്ടെത്തുന്ന ചില പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ സംസാരിക്കാനൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും പലപ്പോഴും ഇതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഒന്നും ധാരണയില്ല. ഈ മുതിർന്ന പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ അങ്ങനെയുള്ള പരാതിയും പറയാറുണ്ട്. അതായത് സിനിമയെ പറ്റി ഒന്നും അറിയാത്തവർ വന്നിട്ടാണ് ഈ മാർക്കറ്റ് പലപ്പോഴും കുളവാക്കുന്നത് എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമുണ്ടോ? ഈ ഞാൻ പറഞ്ഞില്ല, സിനിമ ഒരു വലിയ ഒരു മാസ്മര ലോകമാണ്. അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് ഇന്നയാള് ശമ്പളം മേടിച്ചെന്നൊക്കെ പറയാൻ ആഗ്രഹമുള്ളവര് കാണും.
ഉണ്ട്. പക്ഷേ അവരൊന്നും ഒരു നല്ല ബിസിനസ്സുകാരനല്ല. ഈ കലയും ബിസിനസ്സും എല്ലാം ചേർന്ന് പോകണം. ഞാൻ അവിടെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആളെ ഞാൻ പറയുന്നത്. പുള്ളിക്ക് ബിസിനസ് അറിയാം, ഈ കഥ കേൾക്കാൻ അറിയാം, ബിസിനസ് ചെയ്യാൻ അറിയാം, കാര്യങ്ങൾ കൊണ്ടുപോകാൻ അറിയാം. നേരെ അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതൊരു ഞാൻ പറഞ്ഞത് ഒരു കൂട്ടം സാധനങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു വ്യക്തി ഉണ്ടാകുന്നത്. അന്നേരം അത് എല്ലാവരും ഫോളോ ചെയ്യാറില്ല. ഈ സിനിമയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട താരങ്ങൾ ആരുമില്ല. രാജേഷ് മാധവ് ഒരു ചെറിയ ക്യാമിയോ അപ്പിയറൻസിൽ വരുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ ലാബിലുള്ള സിനിമയല്ല. പക്ഷെ ഈ സിനിമ ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങുക, ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സിനിമകളിലൊക്കെയും ഈ പറഞ്ഞ പോലെ കാന്താരയുടെ ഒക്കെ അവസ്ഥ ചിലപ്പോൾ ഈ പെണ്ണുമറോട്ടിന് വരാം. പക്ഷെ അതിനെ തടുത്ത് നിർത്ത ഒരു പക്ഷേ ഈ സിനിമയുടെ കൊമേഴ്ഷ്യൽ വാല്യൂ ആയിരിക്കും. ഇതിൽ ഫൈറ്റ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള തമാശകളുണ്ട്. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ബൾട്ടിക്ക് സംഭവിച്ചത് എന്താണോ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. കാരണം ഇപ്പം ജനനായകൻ കയറി വന്നാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ബൾട്ടിയും കാന്താരം പോലെയല്ല ഈ സിനിമ. ജനനായകന്റെ കൂടെ വന്നാലും കുഴപ്പമുണ്ടാകത്തില്ല. കാരണം ഇതിനകത്ത് വേറെ സബ്ജക്റ്റാണ്, കഥ, തമാശയും ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇതിന് നമുക്കൊരു ഒരു ഇച്ചിരി ഓഡിയൻസ്, സിനിമ പ്രേമികള്, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം IFF ഒക്കെ കണ്ട എനിക്ക് തോന്നുന്നത് എല്ലാവരും അവർ ഒരു 10-25 പേരോട് ഈ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഗംഭീര സിനിമയാണ്. അവര് അങ്ങനെയുള്ളവർ പറഞ്ഞും ഒക്കെ ഈ സിനിമ ഓടിക്കോടും സൈഡിൽ കൂടെ. ആദ്യത്തെ 1-2 ദിവസം ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ ജനനായകൻ പേടിപ്പിക്കുന്നുണ്ടോ പ്രൊഡ്യൂസേഴ്സിനെ മുഴുവനായിട്ട്? എന്താ അതിന്റെ ഒരു സ്റ്റാറ്റസ്? എനിക്ക് യാതൊരു പേടിയില്ല. ഇതൊന്നും എന്റെ എന്നാത്താൻ കേസുകളുടെ കൂടെയാണ് തല്ലുമാല ഇറങ്ങിയത്. ഞങ്ങൾ 2 സിനിമ ഒരുപോലെ വിജയിച്ചാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ടൊവിനോ അഭിനയിക്കുന്ന പടമാണ് അപ്പുറത്ത്. നേരം 2 പടം ഒരേപോലെ ഹിറ്റായ സിനിമകളല്ലേ. മഹേഷിന്റെ പ്രതികാരവും ആക്ഷൻ ഹീറോ ബിജു ഒരുമിച്ച് വന്ന പടമാണ്. ഒരാഴ്ച വ്യത്യാസത്തിൽ വന്നതാണ്. 2 പടം ഹിറ്റായിട്ടില്ലേ. നേരം നമ്മളങ്ങനെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ഈ ബൾട്ടിയുടെ സമയത്ത് ആ സിനിമ അത്രയും പ്രതീക്ഷയില്ല. അത് അതുപോലെ കയറി അങ്ങ് അടിച്ചു, അതുപോലെ തിയേറ്ററുകളിലേക്ക് വന്നു. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഇത് നമ്മുടെ സൈഡിൽ കൂടെ ഒതുങ്ങി അങ്ങ് പോകും. ഇപ്പം നമുക്ക് ഉള്ള തിയേറ്ററുകളുണ്ടല്ലോ, ചെറിയ തിയേറ്ററുകളോ ഒക്കെ ആയിട്ട് നമുക്കങ്ങ് പോകാം, ആൾക്കാർ അംഗീകരിച്ചാൽ. അല്ല, പൊതുവിൽ ഈ ജനനായകൻ എപ്പോൾ റിലീസാവും എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥ അത് പ്രൊഡ്യൂസേഴ്സിലൊരു ഭയം ഉണ്ടാക്കുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത് ഞാൻ. ഇനിയിപ്പോ വേറെ സിനിമകളൊന്നും ഇറങ്ങാൻ ആൾക്കാരുടെ ഈ നോയമ്പ് കാലത്ത് വലിയ പടങ്ങളൊന്നും ഇറങ്ങാനില്ലല്ലോ. നേരെ അതുകൊണ്ട് ആർക്കും അതൊരു വലിയ ടെൻഷൻ ഇല്ല. അവരെങ്ങനെ വന്നാലും 20-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി ഇറക്കാൻ ട്രൈ ചെയ്യും ജനനായകൻ. ഈ 5 to 15 രൂപ ടിക്കറ്റ് റേറ്റിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതെ ഉണ്ടാവുമെന്ന് അറിയുന്നു. അതൊരു പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും വിധത്തിൽ ലാഭകരമാവാൻ സാധ്യത ഉണ്ടോ? പ്രൊഡ്യൂസർക്കുള്ള പൈസ അല്ലല്ലോ. 5% സർചാർജ് കലാകാരന്മാരുടെ ഉന്നമനത്തിന് എന്ന് പറഞ്ഞു കൂട്ടുന്നു. അത് എന്ത് ഉന്നമനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും ഗവൺമെന്റിന്റെ കമ്മിറ്റികളിലൊക്കെ ഉള്ളതാണ്. പിന്നെ രണ്ടാമത് 10 രൂപ കൂട്ടുന്നു പറയുന്നത് ഇത് പ്രൊഡ്യൂസർക്കൊന്നും കിട്ടത്തില്ല, തിയേറ്ററുകാർക്കും ഒന്നും കിട്ടത്തില്ല. ഗവൺമെന്റിലേക്ക് പോകുന്ന പൈസ. പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ക്ഷേമത്തിനൊന്നും പറയുന്നുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. ഈ സിനിമ അല്ലാതെയും മറ്റൊരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടല്ലോ. വിക്കിപീഡിയയിൽ ഈ മാർബിൾ കോറി, ഈ കരിങ്കൽ കോറി എന്നൊക്കെ പറയുന്ന ബിസിനസ്സുകളിലൊക്കെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമകളുടെ അകത്ത് പലപ്പോഴും ഈ മാർബിൾ കോറിയുള്ള ആള് അല്ലെങ്കിൽ കരിങ്കൽ കോറിയുള്ള ആള് ഇയാളൊക്കെ ഭയങ്കര ഭീകരനായിരിക്കും. ഒന്ന്, അയാൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2, അയാളായിരിക്കും അയാൾക്കൊരു അണ്ടർവേൾഡ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ പാവങ്ങളാണ്, അങ്ങനെ ഒരു ഇമോഷൻ വർക്ക് ആവാറുണ്ടോ? കരിങ്കൽ കോറിക്കാര് പാവങ്ങളൊന്നും അല്ല. പാവങ്ങളെന്ന് വെച്ചാൽ അവർ പാവങ്ങളാണ്. അവരുടെ ബിസിനസ്. ഞാൻ കരിങ്കൽ കോറിയിൽ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് എനിക്ക് ബിസിനസ് പാർട്ണർഷിപ്പ് ഒന്നുമില്ല. എന്റെ ഒരു കമ്പനിക്ക് ഒരു കരിങ്കൽ കോറി ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ അതിന് പണ്ടേ ഇതിലുള്ള ആള്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ സ്ത്രീധനം, മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരെ പ്രകൃതി നന്നായിട്ട് പോകണം, നേച്ചർ ക്ലബിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇനി അടുത്ത മാർബിള്, എന്റെ മാർബിൾ കോറി എന്ന് പറയുന്നത് നമീബിയ എന്ന് പറയുന്ന രാജ്യത്താണ്. അവിടെ ഇത് ഒരു പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ അതുമായിട്ട് എൻവയോൺമെന്റ് ക്ലിയറൻസ് അങ്ങനെ കിട്ടുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഒരു പൊട്ടിക്കുമല്ലോ. ഇതൊരു 1500-2000 ഏക്കറാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ 2000 ഏക്കറിൽ നമ്മൾ ഈ വലിയ കുഴി കുഴിച്ച് താഴേക്കൊന്നും പോവല്ല. അവിടെ വളരെ സയന്റിഫിക് ആയിട്ട് അത് ചെയ്യുന്ന സ്ഥലമാണ്. നാച്ചുറൽ അസറ്റ് ആണ്. ഗവൺമെന്റ് നമുക്ക് ലൈസൻസ് തരുന്നതല്ല. അത് ഹൈവേയുടെ തൊട്ട് ഫ്രണ്ടിലാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഇതാണ്. അതൊന്നും അവിടെ
10-15 ജോലിക്കാർ കാണും. അവിടെ ഒരു സിനിമയിലൊന്നും കാണുന്ന ഈ പാറമട പോലത്തെ അതല്ല, അത് എൻറ്റയർലി ഡിഫറെന്റ് മിഷനറിയാണ് കൂടുതൽ. കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, സന്തോഷ് ടി ഗുരുവിലേക്ക് ആഫ്രിക്കയിൽ സ്വർണ്ണഖനി ഉണ്ടോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. പക്ഷെ ഗോൾഡ് മൈൻ ഉണ്ട്, അങ്ങനെ ഒരു ഇല്ല. നമ്മളെ പറ്റി ഞാനൊരു ഒരു ഒരു സാംബിയ എന്ന് പറഞ്ഞ രാജ്യത്തെ ആദ്യത്തെ സ്വർണ്ണക്കട പണിയെല്ലാം കഴിഞ്ഞ് വലിയ ഭയങ്കര സ്വർണ്ണക്കടയല്ല, അവിടുന്ന് ജ്വല്ലറി ഷോപ്പ് നമ്മള് ഇപ്പൊ ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ചെന്ന ഉടനെ അത് പ്രവർത്തനം ആരംഭിക്കും. എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് മിഷനറി എല്ലാം വെച്ച് ഇരിക്കുവാണ് സാധനങ്ങൾ. അത് ആദ്യത്തെ ആ സാംബിയ എന്നുള്ള രാജ്യത്തെ ആദ്യത്തെ ജ്വല്ലറിയാണ്. അത് സ്വർണ്ണമായി എല്ലാവരും ഒക്കെ കുഴിച്ചോണ്ട് വരുന്ന സാധനം നമ്മൾ മേടിച്ച് അത് ഓർണമെന്റ് ആണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മലയാള സിനിമകളുടെ എന്ത് പ്രവണത കാണുമ്പോഴാ ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല അങ്ങനെ തോന്നുന്നത്? എന്ത് ഏരിയയില്ല എവിടെയാ ശരിയായിട്ട് പോകുന്നത്? ഒന്നും ശരിയായിട്ട് എന്താ പോകുന്നത്? എന്നാ പിന്നെ പക്ഷെ മറ്റുള്ള ഇൻഡസ്ട്രി ആയിട്ട് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ. ഒന്ന് മനസ്സ് തുറക്കാവോ, എന്താ ശരിയാ? അല്ല, ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും ഓർഗനൈസ്ഡ് അല്ല. പല കാര്യങ്ങളും ഇപ്പം ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം അത്രയും വിഷമിച്ചല്ലേ പുള്ളി, അത് പുള്ളി പല കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു. പുള്ളിക്ക് വേണ്ടി സംസാരിച്ചല്ലോ. ഇതേ ചിന്ത പലർക്കും ഉണ്ട് പല കാര്യങ്ങളിലും. ഞാൻ പറഞ്ഞ ആക്ടർ വിഷയമല്ല. ആക്ടർ ഇപ്പം ഒരു സിനിമ എടുത്ത് ഒരു ഡയറക്ടർ ആ സിനിമ ഹിറ്റായാലും അടുത്ത പടത്തിൽ അയാൾക്ക് ഷെയറാ പറയുന്നത്. ഷെയർ ചോദിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല, ഒരു കുഴപ്പമില്ല. അയാൾ എലിജിബിൾ ആണെങ്കിൽ ഞാൻ നിതീഷ് പൊതുവാളിന് ഷെയർ കൊടുത്താണ് എന്നാൽ തങ്കേസോട് നേരം. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ സിനിമ ഒന്നര കൊല്ലം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് ഒന്നും തെറ്റായിട്ടല്ല. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ അവിടെ ഖത്തറിൽ നിന്ന് 3 മണിക്കൂർ കൊണ്ട് ഓടി വരാം. അവിടുന്ന് ഞാൻ വരണമെങ്കിൽ 19 മണിക്കൂർ യാത്ര ചെയ്യണം. 1.5 വർഷത്തിന് ശേഷം നല്ലൊരു സിനിമയായിട്ട് വരാൻ സാധിക്കട്ടെ. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.